ദിവസം കാമ്യമല്ലോ അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻഗത്തിലേക ദിവസം കാമ്യമല്ലോ ദൈവമേ നിൻഗേകമെത്ര മോഹനം നിൻഗത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ ദൈവമേ നിൻഗേകമെത്ര മോഹനം മാറിവില്ലിൻ നിറം ചേർന്ന ചക്രവാളം താരമാല ചാർത്തിടുന്ന പുണ്യഗേകം മാറിവില്ലിൻ നിറം ചേർന്ന ചക്രവാളം താരമാല ചാർത്തിടുന്ന പുണ്യഗേകം ദൈവമേ നിൻഗേകമെത്ര മോഹനം നിൻഗ്രഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ ദൈവമേ നിൻഗേകമെത്ര മോഹനം നിൻഗ്രഹത്തിൽ വാഴുവോർ ഭാഗ്യവാന്മാർ ദൈവമേ നിൻഗേകമെത്ര മോഹനം കണ്ണുകൾ നിന്റെ ശോഭ തഴുകി നിൽപ്പൂ കാതുകൾ നിൻവാണിയിൽ മുഴുകി നിൽപ്പൂ കണ്ണുകൾ നിന്റെ ശോഭ തഴുകി നിൽപ്പൂ കാതുകൾ നിൻവാണിയിൽ മുഴുകി നിൽപ്പൂ അന്യഭൂവിലായിരം ദിനങ്ങളേക്കാൾ നിൻഗത്തിലേക ദിവസം കാമ്യമല്ലോ. കുടുംബക്ഷമകേറ്റല്ല ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളല്ല അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നടന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ മറിയ വിമല ഹൃദയമേ പിതാവേ പിതാവായ മാർ തോമാസിഹായ മർഗീത മറിയമേ കാരുണ്യവാനായ കർത്താവ് ഈ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിന്റെ മാതിരി കുടുംബം വളർന്നു വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Oh
சரிதானே நீ போகும் வழியில் நிழலாவேன் காற்றில் அசைகிறது சேலை விடுகிறது காலை உன் பேச்சு உன் பார்வை நகர்த்திடும் பகலை இரவை பிரிந்தாலும் இணைந்தாலும் உயிர் கூட்டி சரி பாதி உனதே உன் இன்பம் உன் துன்பம் எனதே என் முதலோடு முடிவானாய் பெண்ணே ஓமானம் பெண்ணே ஓமானம் பெண்ணே ஓமானம் பெண்ணே ஓமானம் உன்னை மறந்திட முடியாதே உயிர் தருவது சரிதானே தள்ளிப்போனால் தேய்பிறை ஆகாய வெண்ணிலாவே அங்கேயே நின்றிடாதே நீ வேண்டும் அருகே ஒரு பார்வை சிறு பார்வை உதிர்த்தால் உதிர்த்தால் பிழைப்பேன் பிழைப்பேன் பொடியன் பெண்ணே ஓமானம் பெண்ணே ஓமானம் பெண்ணே ஓமானம் பெண்ணே ஓமானம் பெண்ணே ஓமானம் பெண்ணே ஓமானம் பெண்ணே உன்னை மறந்திட முடியாதே ஓமானம் பெண்ணே உயிர் தருவது சரிதானே உன்னை மறந்திட முடியாதே உயிர் தருவது சரிதானே உன்னை மறந்திட முடியாதே உயிர் தருவது சரிதானே വെഞ്ചന്ദ്രനായി നിൻ പൂമുഖം ശ്യാമാംബരം പുൽകുന്നൊരാ വെഞ്ചന്ദ്രനായി നിൻ പൂമുഖം ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ കാറ്റിൻ്റെ തേരിൽ പാറും തൂവൽ ഞാൻ ശ്യാമാംബരം പുൽകുന്നൊരാ വെഞ്ചന്ദ്രനായി നിൻ പൂമുഖം ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ കാറ്റിൻ്റെ തേരിൽ പാറും തൂവൽ ഞാൻ
ചേരുന്നു. പാട്ടിൻ താളം പകർന്നിടും ഇമ്പം പോ കൊലുസിൻ്റെ ഈണം മനസ്സോട് ചേരുന്നു. വരുമോ എൻ കൺകോണിലായി അണയൂ നിറവാർന്നെന്നുമേ അന്നാദ്യമായി കണ്ട നാളിൽ പ്രാണനായി നീ പ്രാണനായി നീ. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി നിൻ പൂമുഖം. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ. മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ. കാറ്റിൻ്റെ തേരിൽ പാറും പൂവൽ ഞാൻ. ശ്യാമാംബരം പുൽകുന്നൊരാ വെൺചന്ദ്രനായി. മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായി തിരകളും തീരവും ഹൃദയവും വാചാലമായി തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. മൊഴികളും മൗനങ്ങളും മിഴികളും വാചാലമായി തിരകളും തീരവും ഹൃദയവും വാചാലമായി തമ്മിൽ തമ്മിൽ ഓർമ്മകൾ ആരും കാണാതെ പൂവണിഞ്ഞു. ഇളം തെന്നലെ മഞ്ഞുപൂക്കളെ കുളിരോളമേ നിറവാനമേ ഇതു മുൻപ് നാം പ്രണയാർദ്രമായി പറയാൻ മറന്ന കഥയോ. മൊഴികളും മൗനങ്ങളും മിഴികളും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ വിധാനമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം
കൂതാശയിൽ പ്രവേശിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോബിൻ്റെയും നിമ്മയെ ശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാവേളയിൽ അങ്ങനെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ പ്രാർത്ഥനാ ശുശ്രൂഷ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യപിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിനെ കാത്തിരിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. കർത്താവിൽ ആനന്ദിപ്പിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിനെ വരമേൽപ്പിക്കുക, കർത്താവിന് വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും, മുദ്ദിക്കും പോലെ നിന്റെ അവകാശവും. നിഷ്കളങ്കരെ ശ്രദ്ധിക്കുക, സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക. എന്തെന്നാൽ സമാധാന കാംക്ഷിക്കും സന്തതി പരമ്പര ഉണ്ടാകും. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന്റെ സ്തുതി ആദ്യം മുതൽ എന്നേക്കുവാമേ. പ്രാർത്ഥിക്കും നമുക്ക് സമാധാനം. അബ്രാഹത്തിനെ സ്യാഗനെ യാക്കോനെ നിനക്ക് വഴിയാട്ടിയായിരിക്കട്ടെ. ദൈവം നല്ല നിസ്സന്ധതയിലോട് നീ നിന്റെ കുടുംബവും തലമുറകളും സഭയെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുവാനിടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ഉൽപ്പത്തി വിശുദ്ധ വായന അധ്യായം 24, തിരുവചനങ്ങൾ 63 മുതൽ 67 വരെ. ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നനായ വയലിലൂടെ നടക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകൾ വരുന്നത് കണ്ടു. റെബേക്കായും സുരക്ഷയിൽ നോക്കി. ഇസ്ഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകം വരുന്ന താഴെ ഇറങ്ങി. അവൾ വൃത്തിനോട് ചോദിച്ചു, അങ്ങ് അകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ്? വൃത്തി പറഞ്ഞു, അവനാണ് എൻ്റെ യജമാനൻ. ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി നടന്നെല്ലാം വൃത്തി ഇസ്ഹാക്കിനോട് പറഞ്ഞു. ഇസ്ഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായിയുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു. അങ്ങനെ അമ്മയുടെ വേർപാട് ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. ഇസ്രായേൽ സ്നേഹം നിറഞ്ഞവരെ, ഇങ്ങനാട്ട് കുടുംബം കൊച്ചി അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് വിവാഹം എന്ന ഉദാശിയുടെ വരപ്രസാദം സ്വീകരിച്ചുകൊണ്ട് ജോബിൾ വിവാഹത്തിൽ പ്രവേശിക്കുമ്പോൾ ജോബിൾ മാത്രമല്ല, ഈ കുടുംബം മുഴുവൻ ജോബിളിൻ്റെ നന്മയായി എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. എല്ലാവരും മൊത്തത്തിൽ അതിൽ സന്തോഷമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വചനത്തിൽ കാണുന്നത് ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ ഒരു സങ്കടമുണ്ടായി. അമ്മ വേർപെട്ടു പോയി. അവിടെ എന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. പക്ഷേ റെബേക്കായെ ഭാര്യയായി കൊടുത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ പുതിയൊരു ആരംഭം കുറിക്കുകയാണ്. വിവാഹ ജീവിതം എപ്പോഴും ഒരു പുതിയ തുടക്കമാണ്, പുതിയ ആരംഭം. ഇന്ന് വരെ പഠിച്ച, മനസ്സിലാക്കിയ, കുടുംബത്തിൽ ലഭിച്ച നന്മ നിറഞ്ഞ ബോധ്യങ്ങളും മൂല്യങ്ങളും ഒക്കെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കുടുംബത്തിൽ നിന്നൊക്കെ ലഭിച്ച, സഹോദരങ്ങളിൽ നിന്നൊക്കെ ലഭിച്ച നന്മകളൊക്കെ അതൊക്കെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ വിനിമയം ചെയ്തുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ദൈവം തരുന്ന അവസരങ്ങളാണ്. കുടുംബജീവിതത്തിലൂടെ തനിക്ക് ലഭിച്ച നന്മകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് വലിയ കൃപയ്ക്ക് കാരണമാകുവാൻ, ഈശോയുടെ രക്ഷാകരമായ സ്നേഹം അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമാണ് കുടുംബജീവിതം. അപ്പം അങ്ങനെ ഒരു പുതിയ കുടുംബത്തിലേക്ക്, ഒരു പുതിയ ജീവിതത്തിലേക്ക്, ഒരു പുതിയ തുടക്കത്തിലേക്ക് ജോബിളിനെ കർത്താവ് വിളിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വിവാഹം അത് കർത്താവിന് പ്രത്യേകമായ സ്നേഹത്തിലാണ് നടക്കുന്നത്. ഈശോയുടെ പ്രത്യേക ഇടപെടലുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ കൂദാശികളെല്ലാം സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. മാമോദീസ സ്വീകരിക്കുന്നു, കുർബാന പോലും സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. കുർബാന നമുക്ക് കഴിക്കുക ചെയ്യുന്നത്. പക്ഷേ കല്യാണം മാത്രം പറഞ്ഞ് കഴിക്കുക എന്നാണ് പറയുന്നത്. പരസ്പരം ജോബിളും നിമ്മയും പരസ്പരം വിവാഹം കഴിക്കുകയും ചെയ്യുന്നത്. മാമോദീസ സ്വീകരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, കുമ്പസാരിക്കുന്നു, പക്ഷെ വിവാഹം കഴിക്കുന്നു. അതിന് പ്രത്യേകതകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ നമ്മൾ കഴിക്കുന്നതെല്ലാം ഭക്ഷണപദാർത്ഥങ്ങളാണ്. ഭക്ഷണപദാർത്ഥം കഴിക്കുന്ന പ്രത്യേകത അത് ദഹിക്കും.